KFC ക്ഷീണം അമ്മ അളിഞ്ഞ ഉറങ്ങാണ്. ഫോട്ടോയിൽ വേറെ ആട്ടെ കളർ. ഞാൻ ബാക്കി എടുക്കാൻ മറന്നു കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ. അപ്പം അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെയാണ്, അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ അടുപ്പിച്ചാട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈകിട്ടൊന്ന് പുറത്തേക്ക് പോവാം. അച്ഛന് വരാൻ പറ്റിയില്ല, അച്ഛൻ അത്യാവശ്യമായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും അച്ഛൻ തമ്മിൽ ചെറിയ അടിയൊക്കെ ഉണ്ടായി, അച്ഛന് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പോവാം, ഞാൻ ഏട്ടനെ പിള്ളേർ അമ്മയായിട്ട് നമ്മൾ പുറത്ത് ഒന്ന് പോവാം. പുറത്തെന്ന് പറഞ്ഞാൽ പുനലൂരാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ പോകുന്ന വഴിക്ക് ലാബിലൊക്കെ ഒന്ന് കയറാം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോവാം. അപ്പം ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരെണ്ണം എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു അമ്മയ്ക്കുള്ളതിന്. അപ്പം അച്ഛനോടത്തേക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പം എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ മറ്റുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ പറഞ്ഞത് മാറിപ്പോയി. വരുന്നച്ചാ സമ്മതിക്കത്തില്ല. ഏട്ടനും പിള്ളേരും ഒക്കെ അറിയും. കാറിൽ പോയി അച്ഛൻ കിടന്ന് വിളിക്കുവാണ് ചെല്ലുന്നത്. എന്നിട്ട് വേണം അച്ഛനും ഇറങ്ങാനായിട്ട്. അപ്പം ഞാനും അമ്മയും റെഡിയായി, നമ്മൾ പോവാം. നമുക്ക് പോവാം. ഒരു ഹായ് പറ. ഹായ്. ഓക്കെ, പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ. അപ്പം നമുക്ക് പോയിട്ട് വരാം. പോകുന്ന വഴിക്ക് നമ്മുടെ അപ്പുറത്ത് ഒരു സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട്. അപ്പോൾ 2 ഉടുപ്പ് ഓൾട്ടർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് പോകാമെന്ന് വരുന്നുണ്ട്. വീട്ടിൽ ഇരുന്ന് 2 ഉടുപ്പാണ്. പോകുന്ന വഴിക്ക് ഇനി ലാബിലും കടയിലും ഒക്കെ ഒന്ന് കയറണം കൊച്ചുകളെ കൊണ്ട്. ആ, അവന് ലീവ് ആവുന്നുണ്ട് അടുത്ത. ഇല്ലില്ല, അതുപോലെയൊക്കെ തന്നെ. നമ്മൾ ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നു. അപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഏട്ടൻ വന്നില്ല. ഏട്ടൻ എവിടെ കാർ? ഇവിടെ കാറിലവിടെ കിടപ്പുണ്ട്. നമ്മൾ യാശു ഹായ്. ഗ്ലാസ് വെച്ചിട്ട് ഹായ് പറഞ്ഞേ. ഹായ് പറ. ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റ് എടുത്തപ്പോൾ പണ്ടത്തെ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്താ കോട്ട് സെറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഇതായിരുന്നു. പക്ഷേ കുർത്തയ്ക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ വന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു ടോപ്പില്ലേ ലാവൻഡർ കളർ, അത് ഞാൻ ആദ്യം നോക്കിയായിരുന്നു. അമ്മയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. വീണ്ടും കോട്ട് സെറ്റ് കാണിക്കാൻ വന്നപ്പോൾ ഓരോ 2 എണ്ണം കൂടെ വന്നിട്ടുണ്ട് പുതുതായിട്ട്. പിന്നെ ഈ ചേച്ചി എടുക്കുന്നത് ഈ ആഷ് ഉണ്ടല്ലോ, ഇതിൻ്റെ കയ്യിലെ ഫ്രില്ല് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ നേരത്തെ കാണിച്ച ഒരു ഗ്രേപ്പ് കളറും ഇതൊരു അമ്മയ്ക്ക് വലുതായിട്ട് ചേരുന്നില്ല, ലൈറ്റ് ഷെയ്ഡല്ലേ, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വേറെ ഷെയ്ഡ്സൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ട്രയൽ റൂമിലൊന്നും പോകാനുള്ള സമയം നമുക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ തന്നെ നിന്നൊക്കെ ഇട്ട് നോക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജ്യോതിഷി വിളിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്താടാം, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു മാസ്ക് വേണമെന്ന് പറഞ്ഞു. മാസ്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഏട്ടൻ പുറത്ത് ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതുവരെ എന്നെ വിളിച്ചൊന്നുമില്ല. ബില്ലടിക്കുമ്പോൾ എടുക്കാം. സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴത്തേന് വേറെ കോട്ട് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നു. പക്ഷേ ആക്ച്വലി ഇത് ചുരിദാർ മെറ്റീരിയൽ പീസായിരുന്നു കേട്ടോ. ഇത് കോട്ട് സെറ്റ് അല്ല. ഇതിന് കോട്ട് സെറ്റ് എന്നല്ലല്ലോ പറയുന്നത്. ഈ ഒരു കളർ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ആഷും റെഡും ഒക്കെ വന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് മറ്റേത് എക്സ്ചേഞ്ചിൽ ഞാൻ പറഞ്ഞു അത് എടുക്ക്. പിന്നെ ജ്യോതിഷ് പറഞ്ഞിട്ട് അവിടെ വെച്ച് വിളിച്ചപ്പോഴത്തേന് അമ്മയ്ക്കൊരു ഡ്രസ്സും കൂടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആ ഒരു ഇതിൽ ഇത് സെലക്ട് ചെയ്തു കേട്ടോ അമ്മ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഷോളും ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ഒഴുകി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതും മറ്റേതും നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ എടുത്ത് വെച്ചേക്കുന്നതിന് സെലക്ട് ചെയ്യില്ലെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം വലിയ താമസിക്കാൻ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ആ 2 കോട്ട് സെറ്റ് എടുത്ത് താഴത്തത് നമ്മൾ മാറ്റുന്നു. ഇത് നമ്മൾ എടുക്കുന്നു 2 എണ്ണം.
പിന്നെ നമ്മളിപ്പോൾ എടുത്തതിന് രണ്ടിനും ലൈനിങ് എടുക്കും കേട്ടോ. ഈ 2 കളർ വെച്ചിട്ട് ലൈനിങ് എടുക്കാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിന് എടുക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് കാര്യമൊന്നും അറിയത്തില്ല. 2 പിള്ളേർ, ഒരാളാണെങ്കിൽ ഫോണും കളിച്ചിട്ടിരിക്കുക, യാശുവാണെങ്കിൽ എൻ്റെ ഫോണിൽ കിടക്കുന്ന ചോദിച്ച് നിർബന്ധം പിടിക്കാതെ. പക്ഷേ ഞാൻ കൊടുത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാനെന്ന്. പക്ഷേ വേണ്ട കേട്ടോ, അവിടെ 2 കുഞ്ഞു പിള്ളേർ വന്നപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ തിരിച്ച് ഇങ്ങനെ തന്നെ വന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല. പിന്നെ കണ്ണാടി ഇവിടെ കണ്ടാലും നമുക്ക് കുറച്ച് ഇതുപോലത്തെ കുറച്ച് ഷോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ അങ്ങ് പോട്ടെ കേട്ടോ, നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മൾ ബില്ലൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് ലാബിലേക്കാണ്. ഇത് ഏകദേശം നമ്മളൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. DDRC ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 6 മണി വരെ ഉണ്ടാവുമെന്ന്. നമ്മൾ എത്തിയപ്പോൾ ഒരു 6:10 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അപ്പോഴത്തേന് ക്ലോസ് ആയിട്ടില്ല, 6:30 ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ ചെന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞാൻ ഈ 2 പിള്ളേരെയും കൊണ്ട് ഇവിടെ ഇരിക്കും. 2 വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇപ്പോഴത്തെ കൊറോണ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയാണ്. അപ്പോൾ 2 കാറി ഇരിക്കത്തില്ല. ഞാൻ എവിടെ ഇറങ്ങുന്നു കൂടെ വന്നിരിക്കുക, ചുമ്മാ വന്നിരിക്കാനാ, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ലാബിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോയിടത്തുനിന്ന് പാൻറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരെണ്ണം മേടിക്കാനായിട്ട്. അപ്പം അത് തിരിച്ചു മേടിച്ചില്ല എന്നല്ല, ബില്ലിങ്ങിൻ്റെ അവിടെയായിരുന്നു, നമ്മൾ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ലാസ്റ്റ് അവിടെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്നാൽ അവർ എടുത്തു വെച്ചേ. മമ്മിയെ കുത്താൻ പോകുന്നു. ഹേയ് മമ്മി, സിയാനെ ഫോണ് മാറ്റി വെക്ക്. സിയാനെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സിയാനെ. യേശു പോയില്ലേ? ഗൈസ് ഒന്നും കാണുന്നില്ല. എവിടെ ചെന്നാലും എനിക്ക് വെയിങ് മെഷീൻ കണ്ടു കഴിഞ്ഞാൽ കയറി നിൽക്കുന്ന ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കയറി നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് വല്ലതും അതിനകത്ത് ഉണ്ടോ എന്ന് കേട്ടോ. പിന്നെ അവിടെ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാനങ്ങ് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് ആ പാൻറ്റ് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി വേണ്ട, പോകുന്ന വഴിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാൻറ്റും ഒക്കെ മേടിച്ചിട്ട് വന്നു. ഈ ആശു ആണെങ്കിൽ എൻ്റെ കൂടെ അല്ല, ബാക്കിൽ അമ്മയുടെ കൂടെ കയറണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും വിളിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ദേ നോക്കിയപ്പോൾ കാണാം ആശു ഉറങ്ങി കേട്ടോ. ഇതെന്തിവിടെ നടക്കുന്നതെന്ന് അറിയാമോ? അടിയും വഴക്കമൊന്നുമല്ല, എൻ്റെ വയസ്സിനെ ചൊല്ലിയുള്ള അടിയാണ് കേട്ടോ. നിങ്ങൾ പറയണം, അതായത് ഇപ്പോൾ ഒരു 6 മാസമുള്ള കൊച്ചിനെ നമ്മൾ 1 വയസ്സെന്ന് പറയുമോ? ഇല്ല. അതുപോലെയാണ് എൻ്റെ വയസ്സ് ഇപ്പിച്ചിട്ട് കൂട്ടി പറഞ്ഞതിന് എൻ്റെ അമ്മ തർക്കിക്കുവാണ്. ഞാൻ അവർക്ക് ഇപ്പോഴും ഇല്ലാവാവ കേട്ടോ. കുറേ മണിക്കൂർ കൊണ്ട് ഞാനിത് കേട്ടോണ്ടിരിക്കട്ടോ. എൻ്റെ വയസ്സിനെ മാറിയും തിരിഞ്ഞും കൂട്ടിയും കുറച്ച് 2 പേരും കൂടെ പറയാം. ഞാൻ വിചാരിച്ചാൽ പോട്ടെ അവിടെ നിന്ന് പറയാം. ഞാൻ പിന്നെ എടുത്തതും ഇല്ല, അമ്മയുടെ കയ്യിൽ ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതേ പുനലൂരാണ്. പുനലൂർ KFCയിലാട്ടോ നമ്മൾ വരുന്നത്. അപ്പം ഞാൻ എപ്പോഴോ പണ്ടങ്ങാണ്ട് കണ്ടിട്ടുള്ളതാണ്, ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല. അപ്പം നമ്മളിതേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വെച്ചു താഴെ മാത്രമേ ഉള്ളൂ, വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നോക്കിയപ്പോൾ കാണാൻ മേളിലോട്ട് സ്റ്റെയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ പുനലൂർ ടൗണിൽ പോകേണ്ടി വന്നില്ല, അതിന് മുന്നായിട്ടാണ് കേട്ടോ. അപ്പോൾ യാശുവിനെ ഞാൻ പറഞ്ഞു ഏട്ടാ അങ്ങ് എടുത്തോ, തോളിലിട്ടാൽ മതി, കാരണം നന്നായിട്ട് ഉറങ്ങിയിരിക്കുന്നത്, എന്നിട്ട് വേണം അമ്മയ്ക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ പിന്നെ അമ്മ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ KFC എത്തി കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ താഴെ നിൽക്കണ്ട, കൂടുതലും ഡൈനിങ് വരുന്ന മുകളിലായിട്ടാട്ടോ. താഴെ ഒരൊറ്റ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഏട്ടൻ ഞാൻ താഴെ നിന്നു, യാശു അല്ല സിയാനും അമ്മയും കൂടെ മുകളിലോട്ട് കേട്ടോ. അപ്പം നമ്മൾ താഴത്തെ ഓർഡറൊക്കെ കൊടുത്തിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആ അച്ഛനോട് വരാൻ പറഞ്ഞത്, അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് ഈ സമയത്ത്, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കേട്ടോ. കാരണം അച്ഛൻ മിക്കപ്പോഴും എവിടെ പോയാലും വരാറില്ല. പിന്നെ ഞാൻ മുകളിൽ കയറിയിട്ടായിട്ട് പറഞ്ഞു യാശുവിനെയും കൊണ്ടങ്ങ് മുകളിൽ പൊക്കോ, സിയാനെ അങ്ങ് പറഞ്ഞു, കാരണം നമ്മൾ തന്നെ എടുത്തിട്ട് വരണമല്ലോ. അങ്ങനെ ഞാനും യാശു അമ്മയും കൂടെ മുകളിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛൻ അങ്ങനെ പൊതുവേ വരാറില്ല കേട്ടോ. അച്ഛന് പണ്ടത്തെ ഒരു ഇതാണ്, അച്ഛന് പോയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛന് അങ്ങനെ വരത്തില്ല കേട്ടോ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ മനഃപൂർവ്വം വരാത്തതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞതും ചുമ്മാതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനത് അറിഞ്ഞ ഭാവം കാണിച്ചതുമില്ല, ഇനി അച്ഛനൊരു ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം അച്ഛൻ്റേതായിട്ടുള്ള പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് പോകുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ. എനിക്കറിയത്തില്ല, ശരിയാവും, കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമല്ലേ, വയസ്സായി വരുമല്ലേ, ഇതൊക്കെ മാറും. അപ്പോൾ ഇവിടെ അമ്മൂസും മുള്ളും കൂടെ ഫോണിൽ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏട്ടനും സിയാനും കൂടെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പെപ്സി കുടിക്കുന്നത് കുറവാണെന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് പെപ്സി കുടിക്കുന്നില്ല. ഞാൻ ഇരിക്കുന്ന 2 കണ്ടെങ്കിലും 2 സിപ്പ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ പോപ്കോണും
പിന്നെ ഒരു 8 പീസിൻ്റെ ബക്കറ്റും ഒരു ബർഗർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ മേടിച്ചപ്പോൾ ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് ഒന്നേ മേടിച്ചുള്ളൂ. പക്ഷേ പറയാതിരിക്കാൻ ഈ ബർഗർ അടിപൊളിയായിരുന്നു കേട്ടോ. അത് അമ്മയും സിയാനും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ഞാനിവിടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വാഷൊക്കെ ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാൻ അച്ഛന് പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ, കാരണം അച്ഛൻ വരാത്തതുകൊണ്ട് കൊണ്ട് കൊടുക്കാം. പിന്നെ മാത്രമല്ല അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവേ അച്ഛന് ചിക്കനോട് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാട്ടോ. കാരണം ചിക്കൻ കറി വെച്ചാലും അച്ഛന് ഭയങ്കര പണ്ടേ പാടാണ് കേട്ടോ. അച്ഛന് ബീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ അല്ലെങ്കിൽ മീൻ കറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. പിന്നെ നമ്മൾ കഴിച്ചല്ലേ, അപ്പോൾ പിന്നെ പാഴ്സലും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ പോപ്കോൺ കുറച്ചുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പം നമ്മുടെ നാളെ അമ്മയുടെ, അതായത് നാളെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 28th നൈറ്റ് ആട്ടോ, 29th വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ ഞാൻ കയറാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു വിപ്പിംഗ് ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പോൾ അവിടെ കയറി ആകെ ഈ ഒരു ചെറിയ വിപ്പിംഗ് ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തികയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ എന്തായാലും അത് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാത്രം പോയിട്ട് അവിടെ നിന്ന് ആ വിപ്പിംഗ് ക്രീമും ബില്ലടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഒരു ചെറിയ കേക്കാന്ന് വെച്ചൊരു ആവേശത്തിലാണ് ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദേ നേരെ വന്നപ്പോൾ കാണാം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലോറിയും ഈ ഒരു കാറും എല്ലാം അവിടെ കിടക്കുന്നുണ്ടോ, നമുക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന കാറിലെ ചേട്ടനോട് ഞാൻ ചെന്ന് പറഞ്ഞു ഒത്തിരി ഒന്ന് മാറ്റാനായിട്ട്, എന്നാൽ ലോറി മാറ്റി നമുക്ക് ഇറങ്ങാമല്ലോ റിവേഴ്സ് എടുത്ത്. അങ്ങനെ എല്ലാം ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഹലീമയെ വിളിച്ചു. അപ്പോൾ അവർ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഹലീമയും സാറും അവർ കൊല്ലത്ത് എവിടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഒരു CA മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോകുന്നതും ക്യാൻസൽ ചെയ്ത് കേട്ടോ. തിരിച്ച് പൊക്കോണ്ടിരുന്നപ്പോൾ കാണാം ഏട്ടന് ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ഒരു ഷോപ്പിൽ നിർത്തി. ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. അമ്മ അവിടെ ലൈറ്റ് ഇടമ്മ. ഓറഞ്ച് ഇല്ല, വേണ്ട, ഒന്നുമില്ല. ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാ. ഓറഞ്ചും ഇല്ല, പൈനാപ്പിളും ഇല്ല, പൈനാപ്പിൾ ലൈമും ഇല്ല, മൂസമ്പി കൊള്ളത്തില്ല. ജ്യൂസ് ഇല്ല, ജ്യൂസ് ഇല്ല, ഓഞ്ചില്ല, ഓഞ്ച് തീർന്ന്, ഓഞ്ച് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓഞ്ചിനോ അതെടുക്കത്തില്ല മക്കളെ, എനിക്ക് അറിയത്തില്ല. അത് കൊടുക്കാൻ വെച്ചേക്കുമായിരിക്കും. ജ്യൂസ് ഇല്ല. അളിഞ്ഞ ഓറഞ്ച് വേറെ ഏതോ ജ്യൂസ് പറയാൻ പോയി ഏട്ടൻ. ഏതെങ്കിലും ജ്യൂസ് കുടിച്ചിട്ടേ വരും. അമ്മ ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ ബാക്കി എടുക്കാൻ മറന്നു കേട്ടോ. ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചു എൻ്റെ വീഡിയോ അവസാനം ഇല്ലല്ലോ എന്ന്. അപ്പം നമ്മൾ വൈകിട്ട് എല്ലായിടമൊക്കെ പോയി കഴിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സാറിൻ്റെ അവിടെ ഓഫീസിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിച്ചപ്പോഴത്തേന് അവരൊരു മീറ്റിങ്ങിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഹലിമീൻ സാറിനെ കാണാൻ പറ്റില്ല, കുഴപ്പമില്ല. പിന്നെ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതിനകത്ത് തന്നെ ഈ വീഡിയോ എൻഡിങ് ആക്കുന്നില്ല. ഞാൻ നാളെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നാളെയാണ്, അതായത് ജൂലൈ 29th അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പം നാളെ മോന് കരാട്ടയുടെ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് അതിന് പോകണം കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ ഇറങ്ങുന്നുണ്ട്. രാവിലെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇറങ്ങും. വീഡിയോ എൻഡ് ആവുന്നില്ല. ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ട് വന്നു. അച്ഛന് പുറത്ത് പോയി. അച്ഛൻ വന്നിട്ട് ഇനി അത് KFC തിന്ന ക്ഷീണം അമ്മ. അമ്മയ്ക്ക് കാല് വേദന, എനിക്ക് തോള് വേദന. യാശു നിനക്ക് എന്ത് മാറ്? അമ്മ ടയർഡായി പോയി, പാവം അമ്മ. മേരി എന്ത് മക്കളെ? സാരമില്ല, തടവി തരാം. എന്നാ ആന്നും കുഴപ്പമില്ല. ചെല്ല് പോണോ? എനിക്കാണെങ്കിൽ തോള് എൻ്റെ ആശം മിണ്ടായിരിക്കേ. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ വീഡിയോ നാളെ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമുക്ക് നാളത്തെ രാവിലെയും കൂടെ ആയിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. ടാറ്റ പറയാ ആശു. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് അമ്മ. ടാറ്റ അമ്മ. ടാറ്റ. ഗുഡ് നൈറ്റ്. ടാറ്റ. ബൈ ബൈ. ഇറങ്ങും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വന്നു ആനിവേഴ്സറി ആയിട്ട് മിസ് ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാം. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ. ചിപ്പിച്ചിനും കൂട് ഇതോ.
അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം വെഡിങ് ആനിവേഴ്സറി ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായതും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. പോകുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് സങ്കടമാണ്. വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോകുന്നതിൻ്റെ സങ്കടം കേട്ടോ.